നേരിട്ട് കാണുമല്ലോ, അപ്പം മനസ്സിലാവില്ല. ഓക്കെ, ഇനി അടുത്തത് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഗാമ ആൻഡ് ഗാമ ഡി. ഈ റിലേഷൻ നമ്മളിവിടെ ഡെൻസിറ്റിയുടെ ടേംസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടോ? റോയും റോഡിയും. അതിന് പകരം ഗാമ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, യൂണിറ്റ് വെയിറ്റിന്റെ ടേംസിലായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതാണ് ഇനി പറയണേ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗാമ ആൻഡ് ഗാമ ഡി. ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഗാമ എന്ന് പറഞ്ഞാൽ ഗാമ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ജി പ്ലസ് എസ് സി ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. അതിൽ ഞാൻ ഈ എസ് സിനെ ഡബ്ല്യുവിൻ്റെ ടേംസിലേക്ക് ഡബ്ല്യു ഇൻറ്റു ജി എന്ന് മാറ്റുകയാണ്, കാരണം എസ് സി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ജി ആണ്. അപ്പം ജി പ്ലസ് ഡബ്ല്യു ഇൻറ്റു ജി ബൈ 1 പ്ലസ് ഇ ഗാമ ഡബ്ല്യു എന്നാക്കി. ഇനി ജി വെളിയിലേക്ക് എടുക്കണോ, 1 പ്ലസ് ഡബ്ല്യു ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. ഇതിൽ നിന്ന് ഇ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ജി ബൈ എസ്. അത് ഞാൻ ഇവിടെ ഇക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതാണ് ആ കാണിച്ചേക്കണേ തൊട്ട് താഴെ. ഇവിടെ തന്നെ ഇക്ക് വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് ഇൻ ടേംസ് ഓഫ് ഡബ്ല്യുവിൻ്റെയും ജിൻ്റെയും എസിൻ്റെയും ടേംസിലേക്ക് ആക്കി. അതാണ് ഇവിടെ ഡബ്ല്യു ഇൻറ്റു ജി ബൈ എസ് എന്ന് വന്നത്. ഓക്കെ, അതിനെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൊടുത്തു. രണ്ടാമത് നമുക്കറിയാം ഡ്രൈ ഡെൻസിറ്റി ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ ആണെന്ന് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്തു, ഇയെ വീണ്ടും ഇത് റീപ്ലേസ് ചെയ്യുന്നു. അപ്പം ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഡബ്ല്യു ഇൻറ്റു ജി ബൈ എസ്, ഇതിനെ 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി എന്താ ചെയ്തതെന്ന് വെച്ചാൽ 1ഉം 2ഉം കമ്പയർ ചെയ്യണം. 1ഉം 2ഉം കമ്പയർ ചെയ്യാണ്. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, ഇത് കണ്ടോ, 1 പ്ലസ് ഡബ്ല്യു ബൈ 1 പ്ലസ് ഡബ്ല്യു ജി ബൈ എസ് ജി ഗാമ ഡബ്ല്യു ആണ്. ഇതെന്താണ്, ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഡബ്ല്യു ഇൻറ്റു ജി ബൈ എസ്. അപ്പം ആദ്യത്തെ ഇക്വേഷനിൽ ഈ ഒരു പോർഷൻ, ഇത്രയും സാധനം ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഡബ്ല്യു ബൈ ജി ആണ് എന്ത്, ഇത്. ഓക്കെ, അപ്പം നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം, 1 and 2 കമ്പയർ ചെയ്യുക. അപ്പം എങ്ങനെ വരും, ഗാമ ഈക്വൽ ടു എന്ത് വരും, 1 പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഗാമ ഡി എന്ന് എഴുതാം. ഗാമ ഡി എന്ന് പറഞ്ഞാൽ ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഡബ്ല്യു ഇൻറ്റു ജി ബൈ എസ്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ ഇത്രയും പോർഷനെ നമുക്ക് എന്തെഴുതാം, ഗാമ ഡി എന്ന് എഴുതാം. ദെയർഫോർ ഗാമ ഡി ഈസ് ഈക്വൽ ടു എന്ത് പറയാം, ഗാമ ബൈ 1 പ്ലസ് ഡബ്ല്യു. ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ബൾക്ക് ഡെൻസിറ്റി ബൈ 1 പ്ലസ് ഡബ്ല്യു. എഴുതിയോ? ആരും ടെൻഷൻ അടിക്കണ്ട. എല്ലാവരും ടൈം കിട്ടണ പോലെ ആദ്യത്തെ ആ ബേസിക് ഇക്വേഷൻസ് പഠിച്ചിട്ട് പതുക്കെ ഓരോ റിലേഷൻസ് നോക്കുക. അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഓരോ ടേമും എന്താണെന്ന് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് ഈ റിലേഷൻസ് പെട്ടെന്ന് എങ്ങനെയാണ് മൂവ് ചെയ്ത് എങ്ങനെയാണ് ആ റിലേഷൻസ് ഉണ്ടായേക്കണേന്ന് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബേസിക് ഇക്വേഷൻസ് ആദ്യമേ തന്നെ ഒരു
ഒന്നത് ഓക്കെ ആക്കി വെക്കുക. എല്ലാം ഒന്നും മാത്സ് പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല മിസ്സേ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ പക്ഷെ അത്രയും ബുദ്ധിമുട്ടില്ല മാത്സ്. അല്ല അങ്ങനെയല്ല, ഇതിനകത്ത് ബേസിക് ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മനസ്സ് വെച്ച് കുറച്ചൊന്ന് ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാർക്കാണ് ഈ ഡെറിവേഷൻസ് എല്ലാം പെട്ടെന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ച് പോകാൻ പറ്റും. അത്ര ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതിൽ ഏതൊക്കെ ചോദിക്കുന്നുള്ള അതൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാം. എക്സാം ആകുമ്പോഴേക്കും എങ്ങനെയാണെന്നുള്ളത് പറയാം. ഇനി ഒരൊറ്റ റിലേഷനും കൂടെ ഉള്ളൂ, അതോടുകൂടി റിലേഷൻഷിപ്സ് തീരും. പിന്നെ പ്രോബ്ലം ആണ് ലാസ്റ്റ് റിലേഷൻ. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ റോഡ് ടേംസിൽ ചെയ്തപ്പം ഒരു സ്റ്റെപ്പ് മിസ്സിങ് ആയിരുന്നു പറഞ്ഞ, അത് കാണിച്ചു തരാം. ലാസ്റ്റ് റിലേഷൻ ഇതാണ്, ഗാമ ഡിയും എൻ എയും. എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ എ എന്തായിരുന്നു? എൻ എ പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് ആണ് എൻ എ എന്ന് പറഞ്ഞ. അപ്പം കാണിച്ചു തരാം. ഇതിൽ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു സോയിൽ സാമ്പിളിൻ്റെ വോളിയം വി ആണ് എങ്കിൽ അത് എന്തൊക്കെ കൂടുന്നതാണ്? വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വോയിഡ് ആണ്. അതിൽ നമ്മൾ എങ്ങനെ എഴുതാം? ഒന്നുകൂടെ, വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആണ് വോളിയം ഓഫ് വോയിഡ് എന്ന് കൂടെ കൂടുന്നത്. ഇനി എന്ത് ചെയ്യും? രണ്ട് സൈഡും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്ത് ചെയ്തു? വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം വി ബൈ വി ഈക്വൽ ടു വി എസ് ബൈ വി പ്ലസ് വി ഡബ്ല്യു ബൈ വി പ്ലസ് വി എ ബൈ വി എന്ന് വരും. which is equal to 1 equal to Vs by V plus Vw by V plus NA എന്ന് പറഞ്ഞാൽ VA by V ആണ്. വോളിയം ഓഫ് എയർ ബൈ ടോട്ടൽ വോളിയം ആണ് പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ്. ഇനി ഈ എന്നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. 1 മൈനസ് NA ഈക്വൽ ടു വോളിയം ഓഫ് സോളിഡ് ബൈ ടോട്ടൽ വോളിയം പ്ലസ് വോളിയം ഓഫ് വാട്ടർ ബൈ ടോട്ടൽ വോളിയം. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയോ? ഇനി വോളിയം ഓഫ് സോളിഡിനെ ഞാൻ മാറ്റി എഴുതുകയാണ്. അല്ലെങ്കിൽ ഗാമ എസ്, യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ്. ഗാമ എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെയിറ്റ് ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ്. അപ്പോൾ വോളിയം ഓഫ് സോളിഡിനെ എങ്ങനെ എഴുതാം? വെയിറ്റ് ഓഫ് സോളിഡ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ് എന്ന് എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു ആണ്. ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു ആണ്. ഗാമ എസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ജി ഗാമ ഡബ്ല്യു എന്ന് എഴുതാം. അത് ഞാൻ ഇവിടെ കൊടുക്കുവാണ്, ഡബ്ല്യു എസ് ബൈ ജി ഗാമ ഡബ്ല്യു. അപ്പം അത് ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, 1 മൈനസ് എൻ എ ഈക്വൽ ടു വി എസ് എന്ത് വരും? ഡബ്ല്യു എസ് ബൈ ജി ഗാമ ഡബ്ല്യു ഹോൾ ഡിവൈഡഡ് ബൈ വി പ്ലസ്, ഇനി ഇത് വോളിയം ഓഫ് വാട്ടർ. അതിനെ വീണ്ടും എന്ത് ചെയ്യാണ്? വോളിയം ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് എഴുതാം. അപ്പം വെയിറ്റ് ഓഫ് വാട്ടർ ബൈ ഗാമ ഡബ്ല്യു ഹോൾ ഡിവൈഡഡ് ബൈ വി. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നോക്ക്, വെയിറ്റ് ഓഫ് ഈ ഇക്വേഷനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1 മൈനസ് എൻ എ ഇതെന്ന് പറഞ്ഞാൽ ഡബ്ല്യു എസ് ബൈ വി ഇൻറ്റു ജി ഗാമ ഡബ്ല്യു എന്നല്ലേ വരണേ?
ഈ മുകളിലത്തെ ഡിനോമിനേറ്റർ എങ്ങനെ വരും? താഴെ വരും. പ്ലസ് ഡബ്ല്യു ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു വി എന്നല്ലേ വരണേ. അതിൽ ഈ ഡബ്ല്യു എസ് ബൈ വി ഇതെന്താണ്? ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സോളിഡ് ബൈ ടോട്ടൽ വോളിയാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യുവാണ്? 1 മൈനസ് എൻ എ ഈക്വൽ ടു ഗാമ ഡി ബൈ ജി ഗാമ ഡബ്ല്യു എന്നാക്കി വെയിറ്റ് ഓഫ് വാട്ടറിനെ ഇൻ ടേംസ് ഓഫ് വാട്ടർ കണ്ടന്റിലേക്ക് വെക്കണം. അപ്പോൾ വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് ഡബ്ല്യു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ് ആണ്. അപ്പം ഡബ്ല്യു ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡബ്ല്യു ഇൻറ്റു ഡബ്ല്യു എസ്, വാട്ടർ കണ്ടന്റ് ഇൻറ്റു വെയിറ്റ് ഓഫ് സോളിഡ്സ്. അതിവിടെ ഞാൻ റീപ്ലേസ് ചെയ്യാണ്. ഡബ്ല്യു ഇൻറ്റു ഡബ്ല്യു എസ് ഡിവൈഡഡ് ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു വി. വീണ്ടും ഇവിടെ എന്തായി? ഡബ്ല്യു എസ് ബൈ വി വന്നു. അതെന്താണ്? ഗാമ ഡി ആണ്. അവിടെ ഞാൻ വീണ്ടും റീപ്ലേസ് ചെയ്യാണ്. 1 മൈനസ് എൻ എ ഈക്വൽ ടു ഗാമ ഡി ബൈ ജി ഗാമ ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു. ഇവിടെ ഗാമയാണ്, ഇത് ഗാമ ഡബ്ല്യു. ഇനി എന്ത് ചെയ്യണു? ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഈ രണ്ടിടത്തും കോമൺ ആണ്, അതിനെ വെളിയിലെടുത്തു. ബാക്കി 1 ബൈ ജി പ്ലസ് ഡബ്ല്യു എന്ന് വരും. 1 മൈനസ് എൻ എ. ഒരു സെക്കൻഡ്, ആരോ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, മനസ്സിലായി. ഇനി ഇതിൽ എന്താണ് ഇനി ചെയ്യാം? ഈ ഡബ്ല്യുവിന് നമ്മൾ വീണ്ടും ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിരുന്നു. ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു 1 പ്ലസ് ഡബ്ല്യു ഇൻറ്റു ജി ഹോൾ ഡിവൈഡഡ് ബൈ ജി എന്ന് വരും. ഇപ്പുറത്ത് എന്താണ്? 1 മൈനസ് എൻ എ. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഗാമ ഡി എഴുതാണ്. ഗാമ ഡി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 1 മൈനസ് എൻ എ ഡിനോമിനേറ്ററുള്ള ജി ഗാമ ഡബ്ല്യു ന്യൂമറേറ്ററിലേക്ക് വന്നു. ബാക്കി എന്ത് വരും? 1 പ്ലസ് ഡബ്ല്യു ഇൻറ്റു ജി. ആ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇതിനകത്ത് ഇവിടെ ഒരു ടേം, ഇവിടെ നേരെ ഈ ഒരു ഇക്വേഷൻ ചെയ്തിട്ട് മറ്റേതിൽ വന്നപ്പോഴേക്കും ഡയറക്റ്റ് താഴേക്ക് എഴുതി. അതാണ് സംഭവിച്ചത്. ഒരു ഈ സ്റ്റെപ്പ് കൊടുക്കാൻ മറന്നുപോയി. കാണിച്ചു തരാം സ്റ്റെപ്പ്, അതേതാ വിട്ടുപോയെന്ന് കാണിച്ചു തരാം. ഈ ഇക്വേഷൻ റോഡ് ടേംസിൽ വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഡെൻസിറ്റി യൂണിറ്റ് വെയിറ്റിന്റെ സ്ഥാനത്ത് മാസ് ഡെൻസിറ്റി ആവുന്നേ ഉള്ളൂ. ഓക്കെ ആണോ ഇത്? ഓക്കെ, മനസ്സിലായി. ഒരു സെക്കൻഡ്, കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ചെയ്തതിൽ എവിടെയാ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, എം എസ് ബൈ വി ഗാമ ഡബ്ല്യു എഴുതി. റോഡ് ടേംസിൽ എഴുതിയപ്പം എം എസ് ബൈ ഈ വിക്ക് ഇതെഴുതി, ജി റോ ഡബ്ല്യു വന്നു. ഇവിടെ എം ഡബ്ല്യുവിന് എന്ത് ചെയ്തു? ഡയറക്റ്റ് ജി ഡി റോ ഡി ഇൻറ്റു ഡബ്ല്യു എന്ന് എഴുതി. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അതിനെയാണ് മിസ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഇതേ കണ്ടോ, റോ ഡി ഇൻറ്റു ഡബ്ല്യു വന്നു. അതിന് റോ ഡി ഇൻറ്റു ഡബ്ല്യു അവിടെയല്ലല്ലോ, ഇവിടെ എം ഡബ്ല്യു വന്നു ബൈ റോ ഡബ്ല്യു തൊട്ട് മുകളിൽ. വൺ മൈനസ് എസ് എൻ എ ഇത് 1 മൈനസ് എൻ എ ഈക്വൽ ടു വി എസ് ബൈ വി വന്നു, വി ഡബ്ല്യു ബൈ വി. ദെൻ ഈ എം എസിനെ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. അത് വന്നില്ലായിരുന്നു. എം എസ് എന്ന് പകരം ഇവിടെ ഡബ്ല്യു എസ് ബൈ ജി എസ്, എം ഡബ്ല്യു ബൈ ഗാമ ഡബ്ല്യു, ഇവിടെ റോ ഡബ്ല്യു ബൈ വി തന്നെ വന്നു. ദെൻ എം എസ് ബൈ വി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഡബ്ല്യു ഡബ്ല്യു ആക്കി. ഓക്കെ, വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു ആ ഒരു ടേംസിലേക്ക് മാറ്റി. ഇവിടെ അത് മാസ് ഓഫ് വാട്ടർ ബൈ ഗാമ ഡബ്ല്യു വി, ആ സാധനം തന്നെ. ദെൻ പിന്നെ എന്ത് ചെയ്തു?
ഗാമ ഡി വന്നു, ജി ഗാമ ഡബ്ല്യു. വെയിറ്റ് ഓഫ് വാട്ടർ, ഈ മാസ് ഓഫ് വാട്ടറിന് ഇവിടെ എന്ത് ചെയ്തില്ല, വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു മാസ് ഓഫ് സോളിഡ്സ്, ആ ഒരു സ്റ്റെപ്പ് മിസ്സായി. പകരം ഡയറക്റ്റ് എന്ത് ചെയ്തു, ഇങ്ങോട്ട് കണക്ട് ചെയ്തു. അത് ഞാൻ ആ സൈഡിൽ ഇക്വേഷൻ കൊടുത്തപ്പോൾ ആ ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്തു, അവർ മനസ്സിലായതുകൊണ്ട് അവരതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. അതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇവിടെ ഒരു എം എസ് വരണമായിരുന്നു, ഡബ്ല്യു ഇൻറ്റു എം എസ് എന്ന് വരണമായിരുന്നു. ഈ ഇക്വേഷൻ്റെ താഴെ ഇവിടെ റോ ഡി ബൈ ജി റോ ഡബ്ല്യു പ്ലസ് ഇവിടെ എന്ത് വരും, ഡബ്ല്യു ഇൻറ്റു എം എസ് ബൈ റോ ഡബ്ല്യു ഇൻറ്റു വി. എന്നിട്ടാണ് ഈ എം എസ് ബൈ വി ആണ് എന്ത്, റോ ഡി ആയിട്ട് എഴുതണേ. ഈ ഒരു സ്റ്റെപ്പ് അവിടെ മിസ്സായിപ്പോയി. ഇതിനെ വാട്ടർ കണ്ടൻറ്റിൻ്റെ ടേംസിലേക്ക് ഡബ്ല്യു ഇൻറ്റു എം എസ് എന്ന് മാറ്റിയില്ല. അതാണ് അവിടെ ഉണ്ടായ മിസ്റ്റേക്ക്. ഓക്കെ ഓക്കെ മിസ്സേ, ഞങ്ങൾ ഒന്നുകൂടി ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും അത്. നിങ്ങൾ ആ ഡെറിവേഷനിൽ നിങ്ങൾ നോക്കുമ്പം ലാസ്റ്റ് ഇന്നീ പഠിപ്പിച്ച ലാസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ മതി, അപ്പം അത് ക്ലിയർ ആയിക്കോളും. ഇവിടെ യൂണിറ്റ് വെയിറ്റ് ആണെന്നേ ഉള്ളൂ. ഇത്രയും ദിവസം നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഇതിങ്ങനെ ഒരു ടേബിൾ ഫോമിലാക്കിയെന്നേ ഉള്ളൂ. പഠിക്കാൻ എളുപ്പത്തിന്, പിള്ളേർക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ എളുപ്പത്തിന് എന്ത് ചെയ്തു, ഒറ്റ ടേബിളിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. റിലേഷൻഷിപ്സ് മാത്രം. അപ്പം മാസ് ഡെൻസിറ്റിയുടെ ടേംസിലും യൂണിറ്റ് വെയിറ്റിൻ്റെ ടേംസിലും എൻ എന്ന് പറഞ്ഞാൽ ഇ ബൈ 1 + ഇ ആണ്. അപ്പം അതും അവിടെ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇ ബൈ 1 + ഇ തന്നെ. വോയിഡ് റേഷ്യോ തന്നാൽ പോറോസിറ്റി തന്നാൽ വോയിഡ് റേഷ്യോ കാണാൻ n/1 - n, അവിടെ അത് തന്നെ. പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് കാണാൻ വോയിഡ് റേഷ്യോ പോറോസിറ്റി ഇൻറ്റു എയർ കണ്ടന്റ് ആണ്, അവിടെ അത് തന്നെ. E = W × G/S, സ്റ്റാൻഡേർഡ് റിലേഷൻ ഇവിടെ അങ്ങനെ തന്നെ. അടുത്ത ഇക്വേഷൻ തൊട്ടാണ് മാറ്റം. ഡെൻസിറ്റി, മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ G+SE/1 + E ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. യൂണിറ്റ് വെയിറ്റിലാവുമ്പോൾ എന്താണ്, യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ G+SE/1 + E, പകരം ഇവിടെ എന്ത് ചെയ്യും, യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആയി. ഇനി സാച്ചുറേറ്റഡ് ഡെൻസിറ്റി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ G+E/1 + E ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ഇക്വേഷൻ, അവിടെ എന്ത് ചെയ്തു, പക്ഷേ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മാസ് ഡ്രൈ ഡെൻസിറ്റി, ഡ്രൈ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ഡി, അത് G റോ W/1 + E. ഇവിടെ വരുമ്പം ഗാമ ഡി ആണ്, G ഗാമ W/1 + E. അടുത്തത് സബ്മേർജ്ഡ്, ഗാമ ഡാഷ് എന്ന് പറഞ്ഞാൽ റോ ഡാഷ് എന്ന് പറഞ്ഞാൽ G-1/1 + E ഇൻറ്റു റോ W. അതിന് പകരം ഗാമ ഡാഷ് ആയപ്പം G-1/1 + E ഇൻറ്റു ഗാമ W. റോയ്ക്ക് പകരം ഗാമയായി. സെയിം ഡ്രൈ ഡെൻസിറ്റി, ഡ്രൈ മാസ് ഡെൻസിറ്റി ρ/1 + W ആണ്. ഗാമ ഡി എന്ന് പറഞ്ഞാൽ γ/1 + W. ലാസ്റ്റ് ഇക്വേഷൻ റോ ഡി 1 - NA G റോ W/1 + WG. ഗാമയുടെ ടേംസിൽ വന്നപ്പോൾ ഗാമ ഡി = 1 - NA G ഗാമ W/1 + W ഇൻറ്റു G അല്ലെങ്കിൽ GW. ഇത്രയും ഇക്വേഷൻസും റിലേഷൻസും ആണ് പഠിച്ചത്. ഇത് നിങ്ങൾ ഇപ്പോൾ എഴുതുന്നുണ്ടോ ഫ്രഷ് ഒരു പേജിലേക്ക്? അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമുണ്ടാവും. എഴുതുവാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. ഇനി പ്രോബ്ലം ആണ് ചെയ്യണം. ഇങ്ങനെ ടേബിളിലാക്കി എഴുതി വെക്കുന്നുണ്ടോ ഇപ്പം? അതെയോ ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി എന്നിട്ട് പിന്നെ എഴുതി വെച്ചാലും എങ്ങനെയാണേലും കുഴപ്പമില്ല. ഞാൻ ഇനി പ്രോബ്ലം ചെയ്യാൻ തുടങ്ങി. ആദ്യം മുതൽ ഒന്ന് കാണിക്കാമോ? സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതാണ് ആദ്യം. അത് എഴുതുന്നവർക്ക് എഴുതാം. ഞാൻ വെയിറ്റ് ചെയ്യാം. എങ്ങനെയാണേലും കുഴപ്പമില്ല. ഇത്രയും ഓക്കെ. ഞാൻ എന്തായാലും ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ പെട്ടെന്ന് എഴുതിയാൽ മതി. കാരണം ഈ റിലേഷൻസ് വെച്ചിട്ടാണ് പ്രോബ്ലംസ് എല്ലാം തന്നെ ചെയ്യണേ. പിന്നെ നമ്മൾ പഠിച്ച ബേസിക് ഇക്വേഷൻസ്, ബേസിക് ആയ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ പെട്ടെന്ന് നിങ്ങളോട് റിലേഷൻ ചോദിക്കുമ്പം നിങ്ങൾക്കൊന്ന് മറച്ചു നോക്കാൻ എളുപ്പം ഇങ്ങനെ എഴുതി വെക്കുമായിരിക്കും. അതിനു വേണ്ടി പിള്ളേർക്ക് കൊടുത്താണ്. ഈ ഒരു ടേബിൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി. ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് മാസ് ഡെൻസിറ്റിയിലുള്ള സാധനം പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ യൂണിറ്റ് വെയിറ്റിൻ്റെ ടേംസിലുള്ളത് പഠിച്ചു വയ്ക്കുക, ഡെറിവേഷൻ. അപ്പം മാസ് ഡെൻസിറ്റിയുടെ ടേംസ് ചെയ്യാൻ പറഞ്ഞാൽ എപ്പോഴും ഓർക്കുക, വെയിറ്റിന് പകരം മാസ് ഇടണം. അല്ലെങ്കിൽ മാസിൻ്റെ ടേംസിലാണ് പഠിക്കണമെങ്കിൽ യൂണിറ്റ് വെയിറ്റിൽ ചെയ്യാൻ ചോദിക്കുമ്പോൾ മാസിന് പകരം അവിടെ എന്ത് കൊടുക്കണം? വെയിറ്റ് ആക്കി റീപ്ലേസ് ചെയ്ത് വേണം റിസോൾവ് ചെയ്യാനായിട്ട്. അങ്ങനെ ഓർത്ത് വയ്ക്കുക. അല്ലാതെ ഒരു ഒറ്റയടിക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കൺസെപ്റ്റിൽ പഠിച്ചു വയ്ക്കുക.
പക്ഷെ ഇത് വെച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും മിസ് എല്ലാം ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴേ ഓരോന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മൾ എന്താണ് ഇക്വേഷൻസും തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് 3 മണിക്കൂറോടെ ഇരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരണം. അതിന് നമ്മൾ ബൈ പ്രാക്ടീസ് ഇഷ്ടംപോലെ പ്രോബ്ലംസ് കുറേ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കുറേ ഇക്വേഷൻസ് ഇതിനകത്ത് ബൈ ഓട്ടോമാറ്റിക്കലി യൂസ്ഡ് ആവും. അപ്പോൾ അത് തന്നെ പഠിക്കും. പിന്നെ ഡെറിവേഷൻ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ. ഇക്വേഷൻസ് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ കുറേയൊക്കെ ബൈ ഹാർട്ട് ആയിക്കോളും. ഒരു 10-11 പ്രോബ്ലത്തോളം ഞാൻ ക്ലാസ്സിൽ ചെയ്യിച്ചിട്ടുണ്ട്. അതെല്ലാം ചെയ്യിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നോക്കട്ടെ എങ്ങനെയാണെന്ന്. കഴിഞ്ഞ തവണ നിങ്ങളുടെ സീനിയേഴ്സിന് എടുത്തപ്പോൾ അതെല്ലാം ഫുൾ ചെയ്യിച്ചായിരുന്നു. അതിനപ്പുറത്തേക്കൊന്നും ചോദിക്കില്ല. ആ പ്രോബ്ലം 11 എണ്ണവും എല്ലാം ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആണ്. താഴേക്ക് കാണിക്കാം. ഓക്കെ. എഴുതിയോ? ഒരു മിനിറ്റ് ഓക്കെ. ഓക്കെ മിസ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം. ഈ പ്രോബ്ലം നിങ്ങൾ എഴുതാം. നമുക്ക് തനിയെ ചെയ്യാം. ക്ലിയർ ആണല്ലോ അല്ലേ? ഞാൻ വായിക്കാം. മാസ് ഓഫ് ചങ്ക് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. The mass of chunk of moist soil is 20 kilogram and its volume is 0.11 m3. After drying in an oven, the mass reduces to 16.5 kilogram. Determine water content, density of moist soil, dry density, void ratio, porosity and degree of saturation. The mass of a chunk of moist soil is 20 kilogram and its volume is 0.011 m3. After drying in an oven, the mass reduces to 16.5 kilogram. Determine water content, density of moist soil, dry density, void ratio, porosity and degree of saturation.
take G is equal to 2.7. Take G is equal to 2.7. Question എഴുതി കഴിയും പറയണേ. എഴുതിയോ? ഓക്കെ, പ്രോബ്ലം ചെയ്യാം. നമ്മളോട് പറഞ്ഞ തന്നെ ഒരു സോയിൽ സാമ്പിൾ ഉണ്ടായിരുന്നു, അതിന്റെ മാസ് തന്നിട്ടുണ്ട്. എത്രയാണ് മാസ് തന്നിട്ടുണ്ട്? എത്രയാണ് മാസ് തന്നിട്ടുണ്ട്? 20 കിലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വോളിയം തന്നിട്ടുണ്ട് 0.011 m³ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ തന്നേക്കണേ? സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കണേ? ഈ 20 കിലോഗ്രാം സോയിൽ എടുത്ത് ഓവൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കിട്ടിയ വെയിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ മാസ് എത്രയാണ്? 16.5. അത് എന്ത് മാസാണ്? ഡ്രൈ മാസ് ആണ്. അതിനെ നമ്മൾ എന്ത് പറയും? മാസ് ഓഫ് സോളിഡ് എന്ന് പറയും അല്ലേ? സോയിലിൽ ആ സോളിഡ് പോർഷൻസ് മാത്രമല്ലേ ഉള്ളൂ, MS എന്ന് പറയും. അതാണ് എന്ത്? 16.5 കിലോഗ്രാം. ഓക്കെ, ഇനി നമ്മളോട് കാണാൻ ചോദിച്ചേക്കുവാണ് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കണം, വോയിഡ് റേഷ്യോ കാണണം, പിന്നെന്താ കാണണ്ടേ? ഡെൻസിറ്റി കാണണം, ഡ്രൈ ഡെൻസിറ്റി കാണണം, പിന്നെ പോറോസിറ്റി ഉണ്ട്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഉണ്ട്. ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. ഇനി വാട്ടർ കണ്ടന്റ് കാണണം. അപ്പോൾ വാട്ടർ കണ്ടന്റ് കാണണമെങ്കിൽ വാട്ടർ കണ്ടന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വാട്ടർ കണ്ടന്റ് W is equal to, നിങ്ങൾ മറച്ചു വയ്ക്കോളൂ, വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? Mass of water by mass of solids. Mass of water by mass of solids ആണ്. മാസ് ഓഫ് സോളിഡ്സ് നമുക്ക് കിട്ടി. ഈ തന്നിരിക്കുന്ന മാസ് ഓഫ് സോളിഡ്സ് ആണെന്ന് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മാസ് ഓഫ് വാട്ടർ അറിയണം. തന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് മാസ് ഓഫ് വാട്ടർ കാണാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ടോട്ടൽ മാസ് മൈനസ് മാസ് ഓഫ് എന്ത് ചെയ്താൽ മതി? സോളിഡ്സ് ചെയ്താൽ മതി. അതായത് 20 മൈനസ് 16.5 ചെയ്യുമ്പം മാസ് ഓഫ് വാട്ടർ കിട്ടും. എത്രയാ വരുന്നത്? 3.5 അല്ലേ? കിലോഗ്രാം ആയിരുന്നു, ഗ്രാം ആയിരുന്നു? 20 കിലോ ആയിരുന്നു, കിലോഗ്രാം. ഓക്കെ, ഇനി വാട്ടർ കണ്ടന്റ് കാണാലോ. എങ്ങനെ കാണാം? 3.5 ഡിവൈഡഡ് ബൈ 16.5. എത്ര കിട്ടിയ വാട്ടർ കണ്ടന്റ്?
ചെയ്ത് പോവാണല്ലേ, അതെയോ ചെയ്ത് കഴിയണ വരെ വെയിറ്റ് ചെയ്യുവാണോ? ചെയ്തു ഓക്കെ ഓക്കെ ഓക്കെ. വാട്ടർ കണ്ടന്റ് എത്ര കിട്ടിയെന്ന് പറ. 0.212. 0.212. അതിന് പെർസെൻറ്റേജിൽ എഴുതണം 21.2%. വാട്ടർ കണ്ടന്റ് എപ്പോഴും നമ്മൾ പെർസെൻറ്റേജിൽ എഴുതുള്ളൂ. ഇതിൽ യൂണിറ്റ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, യൂണിറ്റ് മാറിപ്പോകരുത്. ഓരോന്നും എഴുതേണ്ട പെർസെൻറ്റേജിലോ ഡെസിമലിലോ ഒക്കെ ആണെങ്കിൽ അത് നോട്ട് ചെയ്ത് വയ്ക്കുക, അത് അങ്ങനെ തന്നെ എഴുതണം. യൂണിറ്റ് എപ്പോഴും ഒരേപോലെ ചെയ്യാൻ ശ്രദ്ധിക്കണേ. യൂണിറ്റ് കൺവേർഷൻസ് വരുമ്പോൾ ഒന്നും തെറ്റിപ്പോകരുത്. അപ്പോൾ തെറ്റിപ്പോകുമ്പോൾ ആൻസേഴ്സ് ഫുൾ തെറ്റിപ്പോവും, മാർക്ക് കിട്ടുകയില്ല. ഇക്വേഷൻസ് ഒക്കെ മാർക്ക് തരും, ബാക്കി വരുമ്പോഴേക്കും കട്ട് ചെയ്ത് കളയും. വാട്ടർ കണ്ടന്റ് കിട്ടി. ഇനി അടുത്തത് എന്താ ചോദിച്ചേക്കണേ? അടുത്ത എന്താ ചോദിച്ചേക്കണേ? ഡെൻസിറ്റി ഓഫ് മോയിസ്റ്റ് സോയിൽ ആണ് ചോദിച്ചേക്കണേ. അത് ഏതാണ് നൊട്ടേഷൻ? ഡെൻസിറ്റി ഓഫ് മോയിസ്റ്റ് സോയിൽ റോ ആണ്. റോ എങ്ങനെ കാണാം? പേര് ശ്രദ്ധിക്കുക, ഡെൻസിറ്റി ഓഫ് മോയിസ്റ്റ് സോയിൽ ആണ് ചോദിച്ചേക്കണേ. ഡെൻസിറ്റി എങ്ങനെ കാണണേ? മാസ് ബൈ വോളിയം. ഇവിടെ ഏത് മാസ് എടുക്കണം? 20 എടുത്താൽ മതി. 20 ബൈ വോളിയം തന്നിട്ടുണ്ട് 0.011. എത്ര കിട്ടണേ? 1818.18. 1818.18 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി അടുത്തത് എന്താ ചോദിച്ചേക്കണേ? ഡ്രൈ ഡെൻസിറ്റി. ഡ്രൈ ഡെൻസിറ്റി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളും ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങളും വെച്ചിട്ട് ഡ്രൈ ഡെൻസിറ്റിയുടെ നൊട്ടേഷൻ റോ ഡി ആണ്. എങ്ങനെ റോ ഡി കാണാം? ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? നമ്മൾ ഏതെങ്കിലും റിലേഷൻസ് പഠിച്ചത് വേണോ, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡീറ്റെയിൽസ് വെച്ചിട്ട് ചെയ്യാമോ? ഏത് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം? ഇപ്പം നേരത്തെ ചെയ്യാൻ 16.5 ഡിവൈഡഡ് ബൈ 0.011 ഉണ്ടാവില്ലേ? ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് സോളിഡ് ബൈ ടോട്ടൽ വോളിയം ആണ്. അപ്പോൾ മാസ് ഓഫ് സോളിഡ് നമുക്കറിയാം 16.5 ബൈ ടോട്ടൽ വോളിയം 0.011. എത്ര കിട്ടിയേ? 1500 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി എന്താ ചോദിച്ചേക്കണേ? ഈ വോളിയം ഡ്രൈ ആവുമ്പോ കുറയോ അങ്ങനെയൊന്നും ഇല്ലല്ലേ? എന്തോ? ഇപ്പൊ നമ്മള് ഡ്രൈ ആക്കി കഴിയുമ്പോ, ഓവനിൽ ഡ്രൈ ആക്കി കഴിയുമ്പോ വെയിറ്റ് കുറഞ്ഞു വോളിയം കുറയുമോന്ന് ചോദിക്കാതെ പറയില്ലല്ലേ? വോളിയത്തിന് വ്യത്യാസം വരുമോ? നമ്മളൊരു സോയിൽ മാസ് എടുത്താൽ അത് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം സെയിം വോളിയം ആയിരിക്കില്ലേ? 20 കിലോ സോയിൽ എടുത്താൽ അത് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയത്തിന് വ്യത്യാസം ഇല്ലല്ലോ. വോളിയത്തിൽ എങ്ങനെയാ നമ്മൾ ഡ്രൈ ഡെൻസിറ്റി കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത്, നമ്മൾ എടുക്കുന്ന സോയിൽ സാമ്പിൾ എത്രയാണോ ആ സോയിൽ സാമ്പിളിന്റെ മാസ് ഓഫ് സോളിഡ്സ് ആണ്. അതിലെ ആ സോളിഡ് ആയിട്ടുള്ള പോർഷൻ അല്ലെങ്കിൽ ആ മൺതരികളുടെ മാത്രം മാസ് ആണ് കൺസിഡർ ചെയ്യണത്.
അത് ഡിവൈഡഡ് ബൈ എത്ര വോളിയം ആണോ ഉണ്ടായിരുന്നത്, അതാണ് ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി സോയിലിന്റെ ഇത് ടൈപ്പ് അനുസരിച്ച് ചിലപ്പോൾ സാൻഡി സോയിലൊക്കെ ആണെങ്കിൽ മാറ്റം വരത്തില്ല ഇപ്പൊ വോളിയത്തിന്, ഇവിടെ ബൾക്കേജ് ഒക്കെ. ഇവിടെ ഡ്രൈ ഡെൻസിറ്റി, നമ്മൾ ഡെൻസിറ്റി ശരിക്കും എന്താണ്? മാസ് ബൈ വോളിയം. ഞാൻ ചോദിച്ചതല്ല ഈ വോളിയത്തിന് മാറ്റം വരില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഈ ചില സോയിലിന്റെ ടൈപ്പ് ഓഫ് സോയിലിനനുസരിച്ച് ചിലപ്പോ വോളിയത്തിനൊക്കെ മാറ്റം വരാറുണ്ടെന്ന്. ടൈപ്പ് ഓഫ് സോയിലിൽ വോളിയം മാറണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അതിനെ കൺസോൾട്ടേഷൻ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കോമ്പാക്ഷൻ ചെയ്യണം. സാൻഡി സോയിലൊക്കെ ആണെങ്കിൽ ബൾക്കേജ് ഉള്ളപ്പോൾ വോളിയം കൂടുതലുണ്ടാവും, ബൾക്കേജ് ഇല്ലാതെ വരുമ്പോൾ വോളിയത്തിൽ ചെറിയ മാറ്റം വരാം. അല്ലെങ്കിൽ നമുക്കിപ്പോ ഈ ക്വസ്റ്റ്യനിൽ ബൾക്കേജ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിനെ കോമ്പാക്ട് ചെയ്തെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെയില്ല. ഞാൻ ഷിസാറ് ചോദിച്ചതിന്റെ ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞതാ. ചിലപ്പോ സാൻഡി സോയിലൊക്കെ ആണെങ്കിൽ മാറ്റം വരാറുണ്ട്. മാറ്റം വരാം. അപ്പൊ അതിനനുസരിച്ച് ആ സോയിലിൽ നമ്മൾ എന്തോ എക്സ്ട്രാ ഇത് കൊടുക്കണം അന്നേരം. അത് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ആക്ച്വലി ഒരു സോയിൽ സാമ്പിൾ തന്നാൽ അതിന്റെ ഡ്രൈ ഡെൻസിറ്റി കാണാൻ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആ മനസ്സിലായി. ഞാൻ ചോദിച്ച ഒരു ഇത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ബൾക്കേജ് ഉണ്ടെങ്കിൽ അങ്ങനെ സാൻഡി സോയിൽ ആണെങ്കിൽ മാറ്റം വരാം വോളിയത്തിന്. മാറ്റം വരാം. വോളിയത്തിന് മാറ്റം വരണമെങ്കിൽ നമ്മൾ ആ സോയിലിലെ വോയിഡിന് ചേഞ്ച് വരണം. ഒന്നെങ്കിൽ ആ വോയിഡ് കംപ്ലീറ്റ്ലി റിമൂവ് ആവണം, അതിനകത്തുള്ള പോർസ് എല്ലാം പോകണം, എന്നാലാണ് വോളിയം ചേഞ്ച് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ പോർസ് വലുതാവണം. ഓക്കെ, ഇനി അടുത്തത് വോയിഡ് റേഷ്യോ ആണ് അതിനകത്ത് ചോദിച്ചേക്കണേ. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. വോയിഡ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കുറെ കാര്യം കണ്ടുപിടിച്ചു. വാട്ടർ കണ്ടന്റ് കണ്ടു, ഡെൻസിറ്റി കണ്ടു, ഡ്രൈ ഡെൻസിറ്റി കണ്ടു, മാസ് ഓഫ് സോളിഡ് അറിയാം, മാസ് ഓഫ് വാട്ടർ അറിയാം. ഇത്രയും കാര്യങ്ങൾക്ക് നമുക്കറിയാം. ഇത് വെച്ചുകൊണ്ട് വോയിഡ് റേഷ്യോ കാണാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇക്വേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റാസും നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച കാര്യങ്ങളും വെച്ചിട്ട് വോയിഡ് റേഷ്യോ എങ്ങനെ കാണാം? നമുക്കൊരു റിലേഷൻ ഉണ്ട്. റോ ഡി ഈസ് ഈക്വൽ ടു ജി റോ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. കണ്ടോ എല്ലാവരും? ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു റിലേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ആ ടേബിളിൽ എഴുതിയിട്ടുണ്ട്, കണ്ടോ? ഓക്കെ, ഡ്രൈ ഡെൻസിറ്റി തന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ റിലേഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഡ്രൈ ഡെൻസിറ്റിയുടെ വാല്യൂ 1500 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 2.7 ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്ര കൊടുക്കണം? 1000 kg/m3 ആണ്. അതുകൊണ്ട് 1000 by 1 plus c. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വോയിഡ് റേഷ്യോ കിട്ടും. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? 1 plus e is equal to 2.7 into 1000 by 1500. ആ കിട്ടുന്ന ആൻസറിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കളയാം. വോയിഡ് റേഷ്യോ എപ്പോഴും 0.8 അല്ലെങ്കിൽ ഡെസിമലിലായിരിക്കും എഴുതുക. മോസ്റ്റ് പ്രോബബ്ലി എല്ലാ സോയിലിനും ലെസ് ദാൻ 1 ആയിരിക്കും. റെയർ കേസിൽ മാത്രമാണ് 1 എബോവ് വാല്യൂസ് വരാറുള്ളൂ വോയിഡ് റേഷ്യോ. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പോറോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്.
E അറിയാമെങ്കിൽ പോറോസിറ്റി എങ്ങനെ കാണാം? E/1 + E. പോയിന്റ് 0.444 ഒരു 3 ഇതിലെങ്കിലും എഴുതാം കേട്ടോ. അത് നമ്മൾ പെർസെൻറ്റേജിൽ വേണം എഴുതാൻ. 44.4%. പോറോസിറ്റി എപ്പോഴും പെർസെൻറ്റേജിലാണ് കാണിക്കുന്നത്. ഇനി ലാസ്റ്റ് വൺ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കാണാൻ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? E × S = W × G. ഇതിൽ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം W അറിയാം, വാട്ടർ കണ്ടന്റ് അറിയാം, G അറിയാം, E നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് സിംപ്ലി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കാണാൻ പറഞ്ഞാൽ മോസ്റ്റ് പ്രോബബിളി നമുക്ക് ഇയും വാട്ടർ കണ്ടന്റും ഒക്കെ അറിയാമെങ്കിൽ ഈ ഒരു റിലേഷൻ ആയിട്ടോ യൂസ് ചെയ്യുന്നത്. മിക്ക പ്രോബ്ലത്തിലും ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കാണാൻ എളുപ്പം ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും. ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാട്ടർ കണ്ടന്റ് പെർസെന്റേജ് മാറ്റിയിട്ട് പെർസെന്റേജിൽ എഴുതണം. പോയിന്റ് ആണ് എഴുതേണ്ടത്. അത് 0.21 പോയിന്റ് സംതിങ് അല്ലേ ഇൻറ്റു 2.7 ബൈ വോയിഡ് റേഷ്യോ എത്രയായിരുന്നു? 0.8. പറയുമ്പോൾ നമ്മൾ പെർസെന്റേജ് പറഞ്ഞാലും പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെസിമലിൽ വേണം, പെർസെന്റേജിൽ ഇടരുത്. ഡെസിമലിലാണ് എഴുതാവുള്ളൂ പെർസെൻറ്റേജ്. എവിടെ നമ്മൾ പെർസെൻറ്റേജിൽ എഴുതിയാലും ആൻസർ പെർസെൻറ്റേജിൽ എഴുതിയാലും ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ആ പെർസെൻറ്റേജ് മാറ്റിയിട്ട് വേണം, അതായത് ഡെസിമലിലാക്കി വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അത് പോറോസിറ്റി ആണെങ്കിലും ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണെങ്കിലും. എത്ര കിട്ടിയേ? 71.55%. 0.715 സംതിങ് വരും. അതിനെ നമ്മൾ പെർസെൻറ്റേജിൽ എഴുതാം 71.5%. അത്രയാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഓക്കെ ആണോ പ്രോബ്ലം? മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഒരു സമയം എന്തായി? ഒരു പ്രോബ്ലം അവിടെ ചെയ്യിക്കട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ 9:47. ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ട് വിടാവേ. എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കണു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ. ആരെങ്കിലും കംപ്ലീറ്റ് ആയി എന്ന് പറയുമ്പോൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകും. അതാണ് ചോദിച്ചത്. എല്ലാവരും എഴുതുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. A soil specimen has water content of 10% and wet unit weight of 20 kilonewton per meter cube. If specific gravity of solids is 2.7, determine dry unit weight, void ratio, degree of saturation. Take unit weight of water. Gamma W is equal to 10 kilonewton per meter cube. തനിയെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയേ. തന്ന ഡീറ്റെയിൽസ് ആദ്യം എടുത്തെഴുതുക, എന്നിട്ട് ഓരോന്നും എന്താണോ ചോദിച്ചേക്കണം അത് ഓരോന്നും നോക്കുക. അത് കാണാൻ എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഏതെങ്കിലും ഇക്വേഷൻസ് അറിയോ എന്നുള്ളത് മറച്ചു നോക്കുക. തനിയെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക.
പക്ഷെ ലാസ്റ്റ് ടേക്ക് ഗാമ ഗാമ ഡബ്ല്യു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ 10 kilonewton per meter cube. അത് ചിലപ്പോൾ 10 ആയിട്ട് എടുക്കാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ 9.81 kilonewton per meter cube ആയിട്ടും എടുക്കാറുണ്ട്. രണ്ട് വാല്യൂ എടുത്താലും ശരിയാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസറിൽ ചെറിയൊരു ഡെസിമൽ വേരിയേഷൻ ഉണ്ടാവുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യനിൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ തന്നിട്ടില്ലെങ്കിൽ അത് അസ്യൂം ചെയ്യുക 10 ആയിട്ടോ അല്ലെങ്കിൽ 9.81 ആയിട്ടോ അസ്യൂം ചെയ്യുക. വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് എപ്പോഴും 9.81 അല്ലെങ്കിൽ 10 ആണ്. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 10 എന്ന് പറയുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എഴുതിയോ? ഗിവൺ ഡീറ്റെയിൽസ് എല്ലാം എടുത്തെഴുതുക. വാട്ടർ കണ്ടന്റ് എടുത്തെഴുതുക. വെറ്റ് യൂണിറ്റ് വെയിറ്റ് ആണ്. എന്താ അത്? യൂണിറ്റ് വെയിറ്റ്, വെറ്റ് യൂണിറ്റ് വെയിറ്റ്. വെറ്റ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗാമയാണ്. മാസിന് ഇവിടെ ഡെൻസിറ്റിക്ക് പകരം യൂണിറ്റ് വെയിറ്റ് തന്നേക്കണേന്നേ ഉള്ളൂ. അത് വെറ്റ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാലും സാധാ യൂണിറ്റ് വെയിറ്റ് തന്നെയാണ് ഗാമ. ഇത് വളരെ എളുപ്പമുള്ള പ്രോബ്ലംസ് ഒക്കെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇപ്പൊ വെറ്റ് യൂണിറ്റ് ഒരു ഗാമയാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായുള്ളത്. ഞങ്ങളത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അല്ലാതെ ഇത് വളരെ സിമ്പിളാണ്. അല്ല, അത് മനസ്സിലാക്കണമെങ്കിൽ ബേസിക് ആയ ഇക്വേഷൻസ് പഠിക്കണം ആദ്യം. ഈ എല്ലാ നൊട്ടേഷൻസും ഞാൻ ആദ്യം ബേസിക്സ് ഇതിന്റെ കൺസെപ്റ്റ് ഒരു പ്രോബ്ലം ചെയ്തപ്പോ ഇതിന്റെ മിസ് പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി അതൊക്കെ. പക്ഷെ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്ര ബുദ്ധിമുട്ടില്ല എന്നുള്ളത് താഴേക്ക് വരുമ്പോഴും പറയണേ. അല്ല, ഇതിനകത്ത് ആ ഫോർമുല ഒന്ന് മനസ്സിലായാൽ മതി ഇതിന്റെ കാര്യങ്ങളൊക്കെ. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്. നമുക്ക് ചോദിച്ച് ഇതുവരെ കണ്ടിട്ടുണ്ട്. അതിന്റെ ഓർ ചോയ്സ് വേറെ ഒരെണ്ണം. ഈ ഒരു സിമ്പിൾ ടൈപ്പ് പ്രോബ്ലം അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് ചോദിക്കുന്ന ഒരു വെറൈറ്റി പ്രോബ്ലംസ് ഉണ്ട്. ലാസ്റ്റ് ചെയ്തേക്കുന്ന ഒരു 3-4 പ്രോബ്ലംസ്, അത് കുറച്ച് ട്വിസ്റ്റിംഗ് പ്രോബ്ലം ആണ്. അതാണ് ഏറ്റവും ഇതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസ്. ഇതൊക്കെ നമുക്ക് ഈ റിലേഷൻ അറിയാമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ റിലേഷൻസ് എല്ലാം കറക്റ്റായിട്ട് അപ്പം നമുക്ക് ഓർമ്മ വരണം. ഇത് തന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ കണക്ട് ചെയ്യാം. അത് നമ്മൾ ബൈ പ്രാക്ടീസ്. പിന്നെ അതുപോലെ തന്നെ ഇക്വേഷൻസ് കുറച്ചൊക്കെ നമുക്ക് അറിയണം. വെറ്റ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഗാമയെന്ന് പറഞ്ഞില്ലേ? അപ്പൊ വെറുതെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാലും ഗാമ തന്നെയല്ലേ? വെറുതെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാലും ഗാമയാണ്. ഗാമയുടെ യൂണിറ്റ് വെയിറ്റ് അവിടെ എഴുതിയപ്പോൾ അതിന് പറയുന്ന 2-3 പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കുക. ഈ ഒരു നൊട്ടേഷൻസ് പഠിക്കാൻ എളുപ്പം എന്താന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ എം എഴുതിയിട്ട് സഫിക്സ് എസ് എഴുതൂലോ, അതെന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സോയിൽ അല്ല, സോളിഡ് ആണ്. ഓക്കെ, സോയിലെ ഒരു മിനിറ്റ് മിസ് ആ ഫോർമുലയിലൊക്കെ ഈ നൊട്ടേഷൻസ് എഴുതില്ല. ഇപ്പൊ എക്സാമ്പിൾ പൊറോസിറ്റി എന്ന് പറഞ്ഞാൽ എന്നാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഓരോന്നിന്റെ അത് ആ ഇക്വേഷന്റെ കൂടെ ഒന്നും കൂടി അങ്ങനെയുള്ള കാര്യങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് തന്നെങ്കിൽ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് അത് ഇക്വേഷൻ മാത്രം നോക്കുമ്പോൾ ഡൗട്ടാണ് എപ്പോഴും. അതുകൊണ്ടാണ് മനസ്സിലാവാതെ തന്നെ കുറച്ച് പരിചയമാവാത്തോണ്ടാണ്. അത് നിങ്ങൾ തന്നെ യൂസ് ആവണം. അല്ല, അത് പഠിക്കുമ്പോ മനസ്സിലാവും. പക്ഷെ ആ ടേബിളിൽ തന്നെ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ പൊറോസിറ്റി N, അപ്പൊ പെട്ടെന്ന് ഇതിനകത്ത് പൊറോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ N ആണ്, അതാണ് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഇപ്പൊ N അറിയാം, ഓക്കെ, അത് നമ്മൾ ഓരോന്നും അങ്ങനെ എഴുതുകയാണ് നല്ലത്. ആ ടേബിൾ ഇപ്പൊ ആക്ച്വലി എന്താണ്, ആ കുട്ടി ഞാൻ ക്ലാസ്സിൽ പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് N പൊറോസിറ്റി ഒരു 10 പ്രാവശ്യം ഞാനിപ്പോ 2 ആഴ്ചയായി ക്ലാസ് തുടങ്ങിയിട്ട്. അവരുടെ ഈ പ്രോബ്ലംസ് എല്ലാം തീർന്നു. ഫസ്റ്റ് മൊഡ്യൂൾ പകുതി പോർഷൻ കഴിഞ്ഞു. ഞങ്ങൾക്കും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഇനിഷ്യലി അത് മനസ്സിലാക്കാനുള്ള ആ ബുദ്ധിമുട്ടുള്ളൂ. അല്ലാതെ കൊണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടില്ലാന്ന് ഞാൻ പറഞ്ഞേ. പക്ഷെ ഇനിഷ്യലി അത് ഇതൊക്കെ മനസ്സിലായി വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞ റിലേഷൻസ് നമ്മള് ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ഇപ്പം അതല്ലാതെ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഞാൻ ക്ലാസ്സിൽ തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ജസ്റ്റ് ഒന്ന് മറച്ചു വെക്കാം എന്താണ് എന്നുള്ളത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരും. റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. തലേ ദിവസം എന്താ പറഞ്ഞത് പിറ്റേ ദിവസം അവർക്കും ഒരു ബോധമില്ലാതെ തന്നെ. ഇത്രയും ഇക്വേഷൻസും നൊട്ടേഷൻസും അല്ലേ. അപ്പം
കുറച്ച് സമയം എടുക്കും. റെഗുലർ ആണെങ്കിലും അതെ, ഇപ്പോൾ ഓൺലൈനിലുള്ളവർക്ക് പിന്നെ പറയണ്ടല്ലോ. ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയ വഴി ഞാൻ ഇത് ഓൺ ചെയ്ത് വെക്കരുത്, അതാ പറ്റി. അല്ല, അതെല്ലാം നമുക്കറിയാലോ. ഞാൻ എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുന്നു. ഞാൻ ആരോടും ഇത് കാണാതെ പഠിക്കാൻ പറഞ്ഞില്ല. നിങ്ങൾ ടൈം കിട്ടുന്ന പോലെ പതുക്കെ പതുക്കെ. ഇപ്പം ഇക്വേഷൻസ് കുറേ ആയി പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് ഇക്വേഷൻ നിങ്ങൾ താനേ ഫെമിലിയർ ആവും. അപ്പോൾ ഇത് വേഗം തന്നെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയേ. ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം നോക്കുക എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്നുള്ളത് നോക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യാൻ പറ്റണത്. ഇതിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വെറ്റ് യൂണിറ്റ് വെയിറ്റ്. വെറ്റ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് വെറ്റ് യൂണിറ്റ് വെയിറ്റ്. അതെന്താണ്? ഗാമയാണ്. അത് തന്നിട്ടുണ്ട് 20 kN/m³ ആണ്. പിന്നെ എന്താ തന്നേക്കണേ? വാട്ടർ ഇതാണ് പറഞ്ഞത് വെറ്റ് യൂണിറ്റ് ഒരു ഗാമയാണ്, പൊറോസിറ്റി എന്നാണ്. അങ്ങനെ ഒന്ന് ഞങ്ങൾക്ക് എഴുതി തരാമോ? അടുത്ത ടേബിളിൽ വേറെ ഒന്ന് പറയും. ഇനിയോ? ഓരോന്നും ഇനിയല്ല, ഇപ്പോഴല്ല, പിന്നെ എഴുതിട്ട് സമയം കിട്ടണ പോലെ ജസ്റ്റ് ഗ്രൂപ്പിൽ ഇട്ടാ മതി ഒന്ന്. അല്ല, അത് അങ്ങനെയുള്ള മനസ്സിലായി. ഓക്കെ, എനിക്ക് സമയം കിട്ടണ പോലെ എഴുതി തരാം. നോക്കട്ടെ, പറയാം. വാട്ടർ കണ്ടന്റ് W ആണ്. വാട്ടർ കണ്ടന്റ് എത്രയാണ്? 10% ആണ്. ദെൻ പിന്നെ തന്നിട്ടുണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സ് ആണ്. അതാണ് ക്യാപിറ്റൽ G കൊണ്ട് ഡിനോട്ട് ചെയ്യുക, 2.7. പിന്നെ എന്താ തന്നേക്കണേ? യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, അതാണ് ഗാമ W, 10 kN/m³. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുവാണ് എന്താണ്? ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഗാമ ഡി. തന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഗാമ ഡി കാണാൻ എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ എന്ന് നോക്ക്. ഗാമ ബൈ 1+W. ഗാമ ബൈ 1+W. ഗാമ അറിയാം, എത്രയാണ്? 20 ആണ്. 1+ വാട്ടർ കണ്ടന്റ് 0.1, 10%നെ മാറ്റി 0.1-ലാക്കണം. എത്ര കിട്ടിയേ? 18.18 യൂണിറ്റ് kN/m³. ഇവിടെ യൂണിറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് യൂണിറ്റ് എപ്പോഴും kN-ലായിരിക്കും. ഡെൻസിറ്റി ആണെങ്കിലാണ് കിലോഗ്രാമിൽ വരിക. കിലോഗ്രാമിലോ ഗ്രാമിലോ ആയിരിക്കും ഡെൻസിറ്റി ആണെങ്കിൽ. ഇനി അടുത്തത് എന്താ ചോദിച്ചേക്കണേ? അടുത്തെന്താ ചോദിച്ചേക്കണേ? വോയിഡ് റേഷ്യോ ആണ്. നമുക്ക് ഓൾറെഡി പറഞ്ഞു ഡ്രൈ ഡെൻസിറ്റി അറിയാമെങ്കിൽ വോയിഡ് റേഷ്യോ കാണാൻ ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ, G⁻W/1+E ആണ്. G അറിയാം, Γ/W അറിയാം, Γ/D കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നേരത്തെ കണ്ടുപിടിച്ച പോലെ വോയിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം.
എത്ര കിട്ടിയേ? 0.485. 0.485. ഞാൻ റൗണ്ട് ചെയ്യുകയാണെങ്കിൽ 0.49 എന്ന് എഴുതാം കേട്ടോ. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അതെന്താണ് നൊട്ടേഷൻ? എസ് ആണ്. എസ് എങ്ങനെ കാണാം? ഇ ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ജി. അപ്പം എസ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ജി ബൈ ഇ. എത്ര കിട്ടിയേ? 0.557. 0.557. 55.7%. പെർസെൻറ്റേജിൽ എഴുതണേ. ഓക്കെ. ആൻസർ 55 അല്ലെങ്കിൽ 55%. 3 ഡെസിമൽ പ്ലേസിൽ എഴുതിക്കോട്ടോ. ഓക്കെ. ഇന്നിപ്പോൾ ഞാൻ തൽക്കാലം നിർത്താം. ഇനി തിങ്കളാഴ്ച വരുമ്പോഴേക്കും ഇതൊരു ഐഡിയ ഇല്ലാതായിരിക്കും വരണേന്നറിയാം. എന്നാലും ഒന്ന് നോക്കാൻ ശ്രമിക്കുക. മീൻസ് ഇക്വേഷൻസ് ഒന്ന് ആ ടേബിളിൽ പറഞ്ഞേക്കുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് ഈ എന്താ എൻ എന്താ ഇപ്പം ഈ പറഞ്ഞ പോലെ ആ സാധനം അതെന്താണെന്നൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് മറിച്ച് നോക്കുക. നെക്സ്റ്റ് മൺഡേ ഇനി ക്ലാസ്സിൽ വരുമ്പോൾ. അല്ലെങ്കിൽ അന്നേരം ഇനി ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ വീണ്ടും ബുദ്ധിമുട്ടാവും. ഓക്കെ. പഠിച്ചിട്ട് വരാം മിസ്സേ. പഠിക്കാൻ ഞാൻ പറയില്ല, ടൈം കിട്ടുന്ന പോലെ നോക്കി വെക്കുക. ഓരോ നൊട്ടേഷൻ കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പാകത്തിനാക്കിയെങ്കിലും വെക്കുക. അത്രേ ഉദ്ദേശിക്കുള്ളൂ. ഇതൊന്നും പെട്ടെന്ന് പഠിക്കാൻ മിസ്സേ ചോദിച്ച കാര്യം ഒന്ന് ഇടാം. ഓക്കെ. അത് മതി. താങ്ക് യു. ഒരു സെക്കൻഡ് അറ്റൻഡൻസ് എടുത്തിട്ട് പോണേ. ഒരു സെക്കൻഡ് പോലെ. ആദർശുണ്ട്, ആകാശുണ്ട്, അമൽ ഫ്രാൻസിസ് ഉണ്ട്, അമൽ ശിവൻ, അനിത, അനൂഷ, ആശ, ആഷിക് രാജ്, ബിനോയ്, ചിത്ര, ഷിജു ഉണ്ട്. ഓക്കെ. ദീപക്, കഴിഞ്ഞ് ഫെമിൻ മാനുവൽ. ഓക്കെ. ഇർഷാദ് ഉണ്ട്, ജനീഷ്, ജിഷ, ലിബു, മർജീന, മേരി, മുഹമ്മദ് ഷെഫീഖ്, മുഹമ്മദ് റിയാസ്, രാജേഷ്, രശ്മി, സനീഷ് ഇല്ല. ഓക്കെ. ശ്രീകുമാർ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആരെയും കാണാൻ പറ്റില്ല. ഓക്കെ. ക്ലാസ്സിൽ ആരാ ഉള്ളതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഇടയ്ക്ക് പോയതാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. സനീഷ് ഉണ്ടായിരുന്നു. ശ്രീകുമാർ ഉണ്ടോ? ഓക്കെ. ശ്രീകുമാർ ഉണ്ട്. ശ്രുതി ഉണ്ട്, സുഭാഷ് ഉണ്ട്, സുധ, താഹിർ, വിനീഷ്. ഓക്കെ. താങ്ക് യു. ഫെമിൻ ഉണ്ടായിരുന്നോ? ചിലപ്പോ ഞങ്ങളുടെ അവസ്ഥയിൽ ചിലപ്പോ ക്ലാസ് കയറി കഴിഞ്ഞാൽ അറ്റൻഡൻസ് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊന്നും അല്ലെങ്കിൽ ഒന്ന് അറ്റൻഡൻസ് ഒക്കെ ഇട്ട് പോകണേ. അതറിയാം. അതൊരിക്കലും പേടിക്കണ്ട. ദയവ് ആരും അണ്ടർ ആവൂല. അത് ഞാൻ ഉറപ്പ് തരാം.
അറ്റൻഡൻസിന്റെ കേസിൽ. അല്ല ഞങ്ങൾക്ക് ആ കിട്ടാൻ പോകുന്ന ഈ മാർക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് കിട്ടുന്നതൊക്കെ തന്നെ ഉള്ളൂ. അല്ല, അറ്റൻഡൻസിൽ അറ്റൻഡൻസ് ഞാൻ ഒരിക്കലും കട്ട് ചെയ്യില്ലാന്ന്. ഡോണ്ട് വറി, ഇത് ഞാൻ വിളിക്കുന്നേ ഉള്ളൂ. ശരി ശരി ആർക്കും 75 കുറച്ച് തരില്ല. ഓക്കെ, അത് ഞാൻ ഗ്യാരണ്ടീഡ് ആണ്. എന്റെ ശരി, സബ്ജക്റ്റിൽ thank you. കേട്ടോ, GT-ക്ക്. ഓക്കെ, താങ്ക് യു. Thank you, miss. Thank you.